ആപ്പിൾ പേ നിരവധി വർഷങ്ങളായിട്ട് ആപ്പിളിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ് ആപ്പിൾ പേ. അതുകൊണ്ട് തന്നെ ഒരു ആപ്പിൾ യൂസറിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഇക്കോ സിസ്റ്റം പല ഡിവൈസുകൾ കണക്ട് ചെയ്ത് അവർക്ക് യൂസ് ചെയ്യാമെങ്കിലും പല ഫീച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാമെങ്കിലും ആ ഒരു ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഫീച്ചറാണ് ആപ്പിൾ പേ. ഭാഗ്യം വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യയിൽ ആപ്പിൾ പേ ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാൽ ആപ്പിൾ പേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരിൽ നിരവധി ആളുകൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരും താമസിക്കുന്നവരുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആപ്പിൾ പേ ഇന്ത്യയിൽ ഇല്ലെങ്കിലും അത് കൊണ്ടുവരത്തില്ലെന്നോ അത് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തില്ലെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ആപ്പിൾ പേ എന്താണെന്നും ആപ്പിൾ പേ എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം, അതെങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് ആപ്പിൾ പേ? ഈ ഒരു ടേം കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഇത് ആപ്പിളിൻ്റെ എന്തെങ്കിലും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനമാണോ അല്ലെങ്കിൽ കാര്യമാണോ? കാരണം നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം UPI എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റർഫേസ് ആണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്. കാരണം UPI ഉള്ളതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഈ കാർഡുകൾ നമ്മൾ ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാറുള്ളൂ. ഈ കാർഡുകൾ നമ്മൾ ഇങ്ങനെ വാളറ്റിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ ഈ കാർഡ് ആഡ് ചെയ്യാൻ പറ്റും. അതിന് NFC എന്ന് പറയുന്ന ടെക്നോളജി, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നത്, NFC വർക്ക് ചെയ്യുന്നത്. പറയുന്ന ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് നിങ്ങൾ ഏത് ബാങ്കിൻ്റെ എടുത്ത് നോക്കിയോ അതിൽ ആ ചിപ്പിനോട് ചേർന്ന് ഒരു വൈഫൈ പോലെ ഒരു ഐക്കൺ കാണും. അതുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഇത് വൈഫൈ ആണ്. കാരണം ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, ഏതെങ്കിലും ഷോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ പെട്രോൾ ബങ്കിലൊക്കെ പോകുമ്പം അവിടെ വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ആക്ച്വലി വൈഫൈ അല്ല. ആ ഒരു സിമ്പിൾ കൊടുത്തേക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന വൈഫൈയുടെ സിമ്പിളാണ്. കാരണം അതിൻ്റെ ലുക്കൊക്കെ വൈഫൈ സിമ്പിളുമായിട്ട് വളരെ സിമിലറാണ്. അത് ആക്ച്വലി വൈഫൈ അല്ല, NFC-യുടെ സിമ്പിളാണ്. NFC-ക്ക് വേറൊരു സിമ്പിളും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പോകുമ്പം എവിടെയും ചോദിക്കേണ്ടത് വൈഫൈ ഉണ്ടോ എന്നല്ല, NFC ഉണ്ടോ. NFC ഈ സെയിം NFC ടെക്നോളജി നമ്മുടെ ഐഫോണിലും ഉണ്ട്. സോ ഈ ഒരു ഐഫോണിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് നമുക്ക് NFC ഉള്ളത്. iPhone 6s മുതലുള്ള എല്ലാ ഡിവൈസിലും, എനിക്കൊന്ന് 6o മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് NFC അവൈലബിൾ ആണ്. ഈ NFC എന്ന് പറയുന്ന ടെക്നോളജി ആപ്പിളിൻ്റെ സ്വന്തമൊന്നുമല്ല, ഇത് എല്ലാ ഫോണുകളിലും, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഏത് ഫോണും ആയിക്കോട്ടെ അതിലെല്ലാം തന്നെ മിക്കവാറും NFC എനേബിൾഡ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആപ്പിൾ പേ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആപ്പിളിൻ്റെ വാളറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ NFC എന്ന് പറയുന്ന ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിവൈസിലേക്ക്, അതായത് ആപ്പിളിൻ്റെ വാളറ്റ് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ പിന്നീട് നമ്മളിപ്പം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോകുമ്പോഴോ ഈ ഒരു കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ആ ഒരു മെഷീൻ്റെ അടുത്തേക്ക് നമ്മളുടെ കാർഡ് ഇതിലേക്ക് ഈ ഒരു ആപ്പിൾ പേയുടെ വാളറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അതിന് പകരം യൂസ് ചെയ്താൽ മതി. അതായത് ഈ ഒരു ഫിസിക്കൽ കാർഡ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഈ ഒരു ഫോൺ നിങ്ങൾ ആ ഒരു POS മെഷീനിലേക്ക് ടാപ്പ് ചെയ്താൽ മതി. എന്നാൽ ഇതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ടെക്നോളജി ആൻഡ്രോയിഡ് ഫോണിൽ ഓൾറെഡി അവരുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ എനേബിൾഡ് ആണ്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അവർക്ക് ആഡ് ചെയ്യാനും അതുപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താനും സാധിക്കുന്നതാണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ ഒരു വ്യക്തി പോലും അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഈ ഒരു ഫിസിക്കൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു 3 ഡിജിറ്റ് CVV എന്ന് പറയുന്ന നമ്പറാണ്. ആ ഒരു നമ്പറും കൂടെ ഉണ്ടെങ്കിലുള്ളൂ നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ CVVക്ക് പുറമെ നമുക്കറിയാം എല്ലാ കാർഡുകൾക്കും ഒരു യുണീക്ക് നമ്പറുണ്ട്, ഒരു 16 ഡിജിറ്റ് നമ്പർ. ആ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്കും അതോടൊപ്പം നമ്മളുമായിട്ട്, കസ്റ്റമറുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇത് ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് കാർഡാണോ, അതോടൊപ്പം ഇത് ഏത് ബാങ്കിൻ്റെ കാർഡാണ്, ഏത് ഡിനോമിനേഷനിലുള്ളതാണ്, അതായത് മാസ്റ്റർ ആണോ വിസ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള സകല ഡീറ്റെയിൽസും ഇതുപോലത്തെ കാർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടാൽ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഒരു ഹാക്കറോ അല്ലെങ്കിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയുന്ന ഒരു വ്യക്തിക്കോ ഇതിനകത്തുള്ള സകല ഡീറ്റെയിൽസും, നിങ്ങൾ നടത്തിയിട്ടുള്ള പർച്ചേസ് ഹിസ്റ്ററി, ഇതിൻ്റെ പിൻ നമ്പർ, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഒരു ഹാക്കറിന് സിമ്പിളായിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ആപ്പിൾ പേ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എത്രത്തോളം അഡ്വാൻറ്റേജ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങൾ
ആപ്പിൾ പേയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഫിസിക്കൽ കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കാർഡ് എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാർഡുകളും, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം തന്നെ നിങ്ങളുടെ ഫോണിലുണ്ട്. സോ ഫിസിക്കൽ കാർഡിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു കാർഡിന് ഒരു 16 ഡിജിറ്റ് നമ്പറുണ്ട്. പക്ഷേ ആപ്പിൾ പേയിലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പം ആപ്പിൾ പേ ഇതിനൊരു വെർച്വൽ നമ്പർ ക്രിയേറ്റ് ചെയ്യും. അതൊരു 16 ഡിജിറ്റ് വെർച്വൽ നമ്പർ. പിന്നീട് നിങ്ങൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും, അത് നടത്തുന്ന എല്ലാ പർച്ചേസുകൾക്കും ആ ഒരു സെർവർ എൻഡിലേക്ക് പോകുന്നത് ഈ ഒരു വെർച്വൽ നമ്പറായിരിക്കും. ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒറിജിനൽ നമ്പറിനെ മാസ്ക് ചെയ്തുകൊണ്ട് പോകുന്ന വെർച്വൽ നമ്പറാണ് ഈ ഒരു നമ്പർ. അതായിരിക്കും മറ്റൊരു എൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നമ്പർ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ ആപ്പിൾ പേ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പേയ്മെൻറ്റ് പോലും മറ്റൊരാൾക്ക്, ഒരു ഹാക്കറിന് ഫോർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഏതൊക്കെ രാജ്യങ്ങളിൽ ആപ്പിൾ പേ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആപ്പിളിൻ്റെ വാളറ്റിലേക്ക് അല്ലെങ്കിൽ ആപ്പിൾ പേയിലേക്ക് ആഡ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കാണാം. ആദ്യം നമ്മൾ വാളറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇത്ര ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം NFC-യുടെ ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡിന് NFC ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതുപോലത്തെ സിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ NFC ഉണ്ടെന്നാണ് അർത്ഥം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ടോപ്പ് പോർഷനിലാണ് നമുക്ക് NFC വരുന്നത്. നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കാർഡ് അങ്ങ് മുട്ടിക്കുന്ന സമയത്ത് ആഡിങ് കാർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കാർഡ് ആഡാവും. അവിടെ നിങ്ങൾക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാർഡ് നെയിം, അതായത് ആരുടെയാണ് കാർഡ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി കോഡ് CVV നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം. അത് ഈ കാർഡിൻ്റെ ബാക്കിലാണ്. CVV എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. അപ്പം ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. എഗ്രി കൊടുക്കുക. ഇനി നമ്മൾ പോകുന്നത് കാർഡ് വെരിഫിക്കേഷൻ സ്റ്റെപ്പിലേക്കാണ്. ഇവിടെയാണ് മിക്ക ആളുകൾക്കും എറർ സംഭവിക്കുന്നത്. അതായത് വെരിഫിക്കേഷൻ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആകാതെ വരുവാണെങ്കിൽ കാർഡ് നമുക്ക് സ്വാഭാവികമായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള എറേഴ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടായേക്കാം. ഒന്ന്, കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റോങ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം കാർഡ് വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തില്ല, കാർഡ് ഫെയിൽ ആവും, ആഡ് ആകത്തില്ല. 2, ആപ്പിൾ പേയിൽ അല്ലെങ്കിൽ ആപ്പിൾ വാളറ്റിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കിൻ്റെ കാർഡോ അല്ലെങ്കിൽ ബാങ്കോ അല്ലായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുള്ള ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്കിൻ്റെ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് ഈ പറഞ്ഞ ആപ്പിൾ പേയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 3ാമത് വരാനുള്ള ഇഷ്യൂ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നിങ്ങൾക്ക് കാർഡുണ്ട്, ആപ്പിൾ പേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാങ്കുമാണ്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാർഡും അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ആകാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിലും ബാങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോർട്ട് ചെയ്യുക. ഈ 3 ഇഷ്യൂസ് എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസേ ഉള്ളൂ. ഇനി കാർഡ് വെരിഫിക്കേഷൻ ഉള്ള 2 ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ നമ്മളുടെ മെയിലിലേക്ക് ഈ ഒരു നമ്പർ വരും, വെരിഫിക്കേഷൻ കോഡ് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് നമ്മളുടെ നമ്പറിലേക്ക് ഇത് വരുന്നതായിരിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഡെബിറ്റ് കാർഡാണ്, അതും മാസ്റ്റർ കാർഡാണത്. ഞാനിവിടെ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കൊടുത്തു. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ആഡ് ആയി കഴിഞ്ഞപ്പം നമ്മുടെ കാർഡ്, ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഈ ഒരു കാർഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിലേക്ക് സെറ്റ് ആയിട്ടുണ്ട്. സോ യൂസ് ആസ് ഡിഫോൾട്ട് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ, നിങ്ങൾക്ക് ഏത് കാർഡാണോ ആ കാർഡ് വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ളത് കൊടുത്തു. വൺസ് നിങ്ങൾ ഈ കാർഡുകളെല്ലാം സെറ്റപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സെറ്റിങ്സും കാര്യങ്ങളും ഡിഫോൾട്ടായിട്ട് വെക്കേണ്ട കാർഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ആപ്പിൾ പേ യൂസ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ പവർ ബട്ടൺ അതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ പേയിൽ ആപ്പിൾ ക്യാഷിനകത്താണ് നമ്മുടെ 2 കാർഡുകൾ, ഒന്ന് ക്രെഡിറ്റ് കാർഡ് മറ്റൊന്ന് ഡെബിറ്റ് കാർഡാണ്. സോ 2 കാർഡുകളും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ ആഡ് ചെയ്ത കാർഡിന് ഞാൻ പറഞ്ഞു ഒരു വെർച്വൽ നമ്പർ ഉണ്ടെന്ന്. അതിന് ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ കാർഡിൻ്റെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിനെ മാസ്ക് ചെയ്യുന്ന ഒരു വെർച്വൽ നമ്പർ ആപ്പിൾ പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ താഴെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പം ആ ഒരു വെർച്വൽ നമ്പറായിരിക്കും മറ്റുള്ള ഡീലേഴ്സിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ പേയ്മെൻറ്റ് ചെയ്ത് അവരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാർഡ് ഡീറ്റെയിൽസ് എപ്പോഴും സെക്യൂർ ആയിരിക്കും. പിന്നെ ഇതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ്. അതായത് ഇതിൻ്റെ ഹിസ്റ്ററി അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൺകറൻ്റ് ആയിട്ട് ലഭിക്കുക എന്നുള്ളത്. ഇനിയുള്ളത് നമുക്ക് സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ പോവുക. നിങ്ങൾക്ക് വാളറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന ആ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ആഡ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാർഡ്
കാർഡുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പിൾ പേയിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും മാത്രമല്ല, ചില രാജ്യങ്ങളിൽ അവിടുത്തെ ട്രാൻസിറ്റ് കാർഡുകൾ, ഇപ്പോൾ ചൈനയിലുണ്ട്, UK-ലും US-ലും ഒക്കെ ഉണ്ട് ട്രാൻസിറ്റ് കാർഡുകൾ. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെട്രോ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ട്രാൻസിറ്റ് കാർഡുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം US-ൽ ഡ്രൈവേഴ്സ് ലൈസൻസ്, ഏതൊക്കെ സ്റ്റേറ്റുകളുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാളറ്റ് ആപ്പ് വെച്ച് നിലവിൽ ഇന്ത്യയിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടിക്കറ്റുകൾ, സിനിമ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാം പല ടിക്കറ്റുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ ആപ്പിൾ വാളറ്റിലേക്ക് നിലവിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈവൻ ദോ നിങ്ങളുടെ ഡിവൈസ് ലോക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡബിൾ ടാപ്പിലൂടെ പെട്ടെന്ന് ആപ്പിൾ പേ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് ആപ്പിൾ പേ അല്ലെങ്കിൽ വാളറ്റിലേക്ക് നമ്മളുടെ കാർഡുകൾ ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ആപ്പിൾ പേ നിങ്ങളുടെ ഐഫോണിൽ മാത്രമല്ല നിങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ആപ്പിൾ വാച്ചിലും, നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആപ്പിൾ വാച്ച് യൂസേഴ്സിന് അവരുടെ വാച്ച് ജസ്റ്റ് അതിലേക്ക് POS മെഷീനിലേക്ക് ടാപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്തുകൊണ്ട് ആപ്പിൾ പേ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അതിനാരാണ് ഉത്തരവാദി? അതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ആപ്പിളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റുമാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഡാറ്റ ലോക്കലൈസേഷൻ റൂള്, അതിൻ്റെ നിയമത്തിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ആപ്പിളിന് ആപ്പിൾ പേ ഇന്ത്യയിൽ ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും നേരിടുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇന്ത്യയിൽ ആപ്പിളിന് ആപ്പിൾ പേ കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പുറകിലുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് RBI കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോക്കലൈസേഷൻ റൂളാണ്. അതായത് ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതിൻ്റെ ഡേറ്റ, അത് ചെയ്യുന്ന ഡേറ്റാസ് മുഴുവനും ഇന്ത്യയിലെ തന്നെ, അതായത് ഈ ഒരു കൺട്രിയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സെർവറിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇന്ത്യയിലുള്ളതോ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള കമ്പനി ആണെങ്കിൽ പോലും ഈ നടത്തുന്ന ഇന്ത്യൻസിൻ്റെ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ വിദേശത്തുള്ള ഒരു സെർവറിലേക്ക് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനോ സാധിക്കുന്നതല്ല. ഈ ഒരു നിയമം നിലവിലുള്ളത് കൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ആപ്പിൾ പേ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആപ്പിളിൻ്റെ സെക്യൂർഡ് ആയിട്ടുള്ള ചാനലിലൂടെയാണ് ഈ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷൻസും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഈ ഒരു നിയമത്തിനകത്ത് കുറച്ച് ഭേദഗതികൾ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ ആപ്പിൾ പേ എന്ന് പറയുന്ന ഫീച്ചറിനെ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ആപ്പിൾ താമസിക്കാതെ തന്നെ ഇന്ത്യയിൽ ആപ്പിൾ പേ ഏതെങ്കിലും ഒരു രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിനുള്ള ചർച്ചകൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ താമസിക്കാതെ തന്നെ നമുക്ക് ആപ്പിൾ പേ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Until then, peace.